Hello guys, welcome to another video. So ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് അബൌട്ട് വെയിറ്റ് ട്രെയിനിങ്. ഓക്കെ, സോ ഒരു നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മെയിൽസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫീമെയിൽസ് ആയിക്കോട്ടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. ന്യൂട്രീഷൻ, സ്ലീപ്പ് ആൻഡ് റിക്കവറി ആൻഡ് വർക്കൗട്ട്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യാം, പാറ്റേൺ ചെയ്യാം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂട്രീഷനെ കുറിച്ചാണ്. ന്യൂട്രീഷനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം വാട്ടർ ഇൻടേക്ക് ആണ്. ഓക്കെ, വാട്ടർ ഇൻടേക്ക് ആണ്, ബിക്കോസ് വാട്ടർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽസിൻ്റെ ഒരു ഭൂരിഭാഗവും വെള്ളം തന്നെയാണ്. ഓക്കെ, സോ ഒരു 25 kgക്ക് 1 ലിറ്റർ ആ ഒരു രീതിയിൽ നിങ്ങൾ വാട്ടർ കൺസ്യൂം ചെയ്യുക. സോ എക്സാമ്പിൾ 75 kg ഉള്ള ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 3 liters എങ്കിലും വാട്ടർ കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത് വരുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. സോ ജിമ്മിൽ പോകുന്നത് മസ്റ്റായിട്ടും കൺസ്യൂം ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇത് എത്രത്തോളം വേണം എന്നുള്ളത് സബ്ജക്റ്റീവ് ആണ് ആക്ച്വലി. 1.5 2 kg പെർ ബോഡി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഓരോരുത്തർക്കും പ്രോട്ടീൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയുടെ കണ്ടീഷൻ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഓരോരുത്തർക്കും പ്രോട്ടീൻ എത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സബ്ജക്റ്റീവ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഒരു ബിഗിനർ ഉടനെ പോയിട്ട് 2 kg അല്ലെങ്കിൽ 1.5 kg ഇപ്പോൾ ബോഡി വെയിറ്റ് എടുത്തോളാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരാൾ ബിഗിനർ സ്റ്റാർട്ടിങ്ങിലെ പോയി 100 grams ഓഫ് പ്രോട്ടീൻ എടുത്തോളാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല അവർക്ക്. സോ അത് ടോളറേറ്റ് ചെയ്യാൻ അവരുടെ ബോഡി റെഡി ആയിരിക്കില്ല. സോ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഈ പ്രോട്ടീൻ മെല്ലെ 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 കൂട്ടിക്കൊണ്ട് പോവുക, ആ ഒരു രീതിക്കാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഡൈജഷൻ ബ്ലോട്ടിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ഒരിക്കലും അബ്സോർബ് ആവാൻ പോണില്ല. സോ മസിൽസിന് അത് ഒരിക്കലും ബെനിഫിഷ്യൽ അല്ല. ഓക്കെ, സോ ദഹിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ആദ്യം നിങ്ങളുടെ ഗട്ട് ഇഷ്യൂസും ഡൈജഷൻ ഇഷ്യൂസും കറക്റ്റ് ചെയ്യുക, അതിന് ശേഷം ക്വാണ്ടിറ്റീസ് കൂട്ടുക. സെയിം വിത്ത് കാർബ്സ്. ചിലർക്ക് അളവിൽ കൂടുതൽ കാർബ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അത്രത്തോളം കാർബ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഫൈബേഴ്സ് കൂടിപ്പോയാൽ ഇഷ്യൂസ് ആണ്. അത്യാവശ്യം ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, പ്രോബയോട്ടിക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എല്ലാം അതിൻ്റെ ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യുക. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ ഇതൊന്നും മിസ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഒലിവ് ഓയിലൊക്കെ നല്ലൊരു അൺസാച്ചുറേറ്റഡ് ഫാറ്റ് സോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, ഫൈബേഴ്സ് വേണം, പ്രോബയോട്ടിക് വേണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗോൾ വെച്ച് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീൻ കൂടുതൽ ഇൻടേക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ അത് ബോഡിക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാം ഗോളിനനുസരിച്ച് അതേസമയം മാക്രോന്യൂട്രിയൻസും ആ ഒരു ബാലൻസിൽ കീപ്പ് ചെയ്യണം. ഇതിനെക്കുറിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോച്ചിന്, ഒരു ഹെൽത്ത് കോച്ചിനും ഫിറ്റ്നസ് കോച്ചിനും നിങ്ങളെ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വർക്കൗട്ട്. ഓക്കെ, സോ ന്യൂട്രീഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട്. പക്ഷേ ഇതിലാണ് കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഏത് സ്പ്ലിറ്റ് ഫോളോ ചെയ്യണം, എത്ര വർക്കൗട്ട് ഒരു മസിൽ ഗ്രൂപ്പ് ചെയ്യണം, എത്ര ദിവസം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിഗിനേഴ്സിന് ഒത്തിരി ഡൗട്ടുണ്ട്. സോ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ബിഗിനേഴ്സിന് ആക്ച്വലി ഏത് സ്പ്ലിറ്റും വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു വർക്കൗട്ട് എടുക്കുകയാണെങ്കിൽ, ലാറ്റ് പുൾ ഡൗൺ എടുക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ചെയ്ത വെയിറ്റ് ബെറ്റർ കൺട്രോളോടെ, ബെറ്റർ ഫോമോടെ കൂടെ ചെയ്യാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. ദാൻ ഏത് സ്പ്ലിറ്റാണ് ചെയ്യേണ്ടത്, ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഫോം ബെറ്റർ ആക്കാൻ നോക്കുക. നിങ്ങളുടെ ഫോം ബെറ്റർ ആക്കാൻ ചോദിക്കും. ഓക്കെ, ഇന്നലെ ചെയ്തതിനൊക്കെ ബെറ്ററായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയോ, ഇന്നലെ ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയോ, ആ ഒരു മൈൻഡ് മസിൽ കണക്ഷൻ കൊണ്ടുവരാൻ പറ്റിയോ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഏത് സ്പ്ലിറ്റ് ആണെന്നുള്ള കാര്യത്തിൽ വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 2 തവണയെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് ഫോളോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അതിന് ഏറ്റവും പറയുകയാണെങ്കിൽ, ബിഗിനേഴ്സിന് പറയുകയാണെങ്കിൽ, ഒരു അപ്പർ ബോഡി, ഒരു ലോവർ ബോഡി, ഒരു അപ്പർ ബോഡി, ഒരു ലോവർ ബോഡി, ഇങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, ബിഗിനേഴ്സിന് പ്രൈമറി മസിൽ, ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ട്രൈസെപ്സ് ഒക്കെ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച്. അപ്പോൾ ഈ ഒരു ഓരോരുത്തരുടെയും ഫറ്റീഗ് മാനേജ്മെന്റ് ലെവലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ബിഗിനേഴ്സിനും അവർക്ക് ഫറ്റീഗ് ആവുന്ന രീതിയിൽ അവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതൊക്കെ വ്യത്യാസം ഉണ്ടാവും.
സോ ചെസ്റ്റിന് ഇപ്പോൾ രണ്ട് വർക്കൗട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ട്രൈസെപ്സ് എൻഗേജ്മെൻറ്റ് ഓൾറെഡി ഉണ്ടാവും. സോ അതനുസരിച്ചിട്ട് വേണം ബാക്കി മസിൽ ഗ്രൂപ്പും പാറ്റേൺ ചെയ്യാനായിട്ട്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ചെയ്യുന്ന വർക്കൗട്ട് നല്ല ഇൻറ്റൻസിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതായിരിക്കും നമ്പർ ഓഫ് വർക്കൗട്ടിനേക്കാൾ കൂടുതൽ മാറ്റർ ചെയ്യുന്നൊരു കാര്യം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, കൂടുതൽ എണ്ണം ചെയ്യുന്നതിലല്ല, ചെയ്യുന്ന വർക്കൗട്ടുകൾ ക്വാളിറ്റിയോടെ ചെയ്യുക, ഇൻറ്റൻസിറ്റിയോടെ ചെയ്യുക, ടിൽ ഫെയിലിയർ വരെ ചെയ്യുക. സോ ഇതാണ് ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതായിരിക്കും നമ്പർ ഓഫ് വർക്കൗട്ട്സിനേക്കാൾ ബെറ്റർ. ഇപ്പോൾ 3-4 വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഒരു വർക്കൗട്ട് വൃത്തിക്ക് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർ ഇൻറ്റൻസിറ്റിയോടെ. ഓക്കെ, ആൻഡ് യെസ്, ഇത്രയും കാര്യങ്ങളാണ് വർക്കൗട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആൻഡ് റിക്കവറി ആണ്. ഓക്കെ, സോ സ്ലീപ്പ് ആൻഡ് റിക്കവറി വേഗമായിട്ട് പറയുകയാണെങ്കിൽ പറയാം 7 to 8 hours ഉറങ്ങാം എന്നൊക്കെ പറയാമെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ലെതർജിക് ഫീലൊക്കെ തോന്നുകയാണെങ്കിൽ യെസ്, നിങ്ങളുടെ സ്ലീപ്പ് പോരാ, റിക്കവറി പോരാ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ വോളിയം കുറച്ച് കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾ ആ വോളിയം കുറയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ റിക്കവർ ചെയ്യാനുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ റെസ്റ്റ് കൊടുക്കാനുണ്ട്. സോ വർക്കൗട്ട് ചെയ്തതിന് നെക്സ്റ്റ് ഡേ ഇഫ് യു ആർ ഫീലിംഗ് സോ ടയേർഡ്, ദാറ്റ് മീൻസ് റെസ്റ്റ് പോരാ, അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ വോളിയം കൂടുതലാണ്. സോ ഇത് മനസ്സിൽ വെച്ചേക്കുക. സോ ഇത് റെഡിയാക്കിയാൽ മാത്രമാണ് ഏത് നിങ്ങൾ ഉറങ്ങുന്നതിന് ടൈം കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ വോളിയം കുറയ്ക്കണം. ഓക്കെ, സോ ഇത് രണ്ടും റെഡിയാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷൻ, വർക്കൗട്ട് ആൻഡ് സ്ലീപ്പ് ആൻഡ് റിക്കവറി. ഈ 3 കാര്യങ്ങളും ഒരേപോലെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പ് ആൻഡ് റിക്കവറി പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും, റെസ്റ്റിന് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ജസ്റ്റ് കാർഡിയോ ഒക്കെ മാത്രം ചെയ്ത് ഒരു ആക്റ്റീവ് റെസ്റ്റ് ഡേ ആയിട്ട് നിർത്തുന്നതായിരിക്കും ബെറ്റർ ദാൻ അന്നത്തെ ദിവസം പോയിട്ട് എക്സോസ്റ്റ് ചെയ്യുന്നതിൽ നല്ലത് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മീൻസ് നല്ലൊരു എനർജിയോട് കൂടെ തന്നെ പോയിട്ട് വർക്കൗട്ട് നല്ല ഇൻറ്റൻസിറ്റിയോടെ ചെയ്യാൻ പറ്റും. സോ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.